ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പോൾ പതിവ് പോലെ ഇക്ക പോകാനായിട്ട് ഇറങ്ങുക കേട്ടോ. ഇക്ക പോകാൻ തയ്യാറെടുത്ത് റെഡിയായി ഇറങ്ങുവാണ്. ഇക്ക പോയതിനു ശേഷമാണ് എൻ്റെ റൂട്ടീൻ ആരംഭിക്കുന്നത് ഒരു ദിവസത്തെ. അപ്പോൾ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഇന്ന് ഉൾപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മുടെ ഗിവ് അവേ 10 days കഴിഞ്ഞതിന് ശേഷം ഗിവ് അവേ വിന്നറെ ഇന്നലെ തിരഞ്ഞെടുത്തു. അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇന്ന് പുതിയൊരു ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഇക്ക പോകുന്നതിനിടയ്ക്ക് നേരെ വീട്ടിൽ താമസിക്കുന്ന ആസാമി ഒരു ഫാമിലിയാണ്. അവിടുത്തെ കുട്ടി സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയായി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാനൊന്ന് അവനെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. ആസാം ഫാമിലിയാണ് കേട്ടോ അവർ. അപ്പോൾ മലയാളം കുറച്ചൊക്കെ അവർക്ക് അറിയുള്ളൂ. ഞങ്ങളുടെ വീടിൻ്റെ നേരെ തന്നെയാണ്. ഇതിന് ശേഷം തൈറോയിഡിൻ്റെ ഗുളികയാണ് ഫസ്റ്റ് ഞാൻ കഴിക്കുന്നത്. വെറും വയറ്റിൽ വേണം ഇത് കഴിക്കാൻ. അപ്പോൾ ഇത് വെറും വയറ്റിൽ കഴിക്കുമ്പോൾ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഈ തൈറോയിഡിൻ്റെ ഒരു ഗുളിക കഴിച്ചതിന് ശേഷമാണ് എൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത്. അതിനുശേഷം കുറച്ച് ടൈം കഴിഞ്ഞ് ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. അതിനുശേഷമാണ് ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ചെറിയ ലഞ്ചിന് ഉണ്ടാക്കുന്ന ചെറിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി. പിന്നെ ഒരു അൺബോക്സിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഗിവ് അവേ വിന്നറെ പ്രഖ്യാപിച്ച ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെയും ഒരു ഗിവ് അവേ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഗിവ് അവേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞാനിപ്പോൾ മണിയനെ റൂമിലാട്ടോ ഉള്ളത്. മണിയനെ ഒന്ന് തുടച്ചു നീറ്റാക്കി, മണിയനെ വൃത്തിയാക്കി, കൂട് വൃത്തിയാക്കി, മണിയനെയും വൃത്തിയാക്കി. അപ്പോൾ അതിനുശേഷം അവൻ്റെ അടുത്ത് ഒരിത്തിരി ടൈം ഇരിക്കും, അവനെ കളിപ്പിക്കും. അതിനുശേഷം ഇനി ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിൻ്റെ കറികൾക്കടെ റെസിപ്പി എന്ന് പറയാൻ കറികളൊന്നും കാണിക്കുന്നില്ല. ഒരുപാട് പ്രാവശ്യം ഞാൻ കറികളൊക്കെ കാണിച്ചാണ്. അപ്പോൾ ഇന്ന് കാണിക്കാത്ത ഉൾപ്പെടുത്താത്ത കാര്യത്തിലേക്കാണ് ഇന്ന് ഞാൻ ഉൾപ്പെടുത്തുന്നത്. ഇന്ന് ചീരത്തോരൻ. പിന്നെ കറികളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നുണ്ട്, ഉണ്ടാക്കി എടുക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു അൺബോക്സിങ് ഉണ്ട്. പിന്നെ ഗിവ് അവേ വിന്നറെ അനൗൺസ് ചെയ്യണ ആ ഒരു വീഡിയോ, അതൊക്കെ ഞാൻ ഇന്നത്തേതിൽ ഉൾപ്പെടുത്തി നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിന് ശേഷം നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ എനിക്ക് ഒരു മേഡം അയച്ചു തന്ന അൺബോക്സിങ് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഗിവ് അവേ വിന്നറിന് ഇതിലെല്ലാവരും ഉണ്ട്. എൻ്റെ അടുത്ത് എൻ്റെ ഗിവ് അവേയിൽ പങ്കെടുത്ത എല്ലാവരും ഇതിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കൊച്ചിനെ കൊണ്ടാണ് ഞാൻ എടുപ്പിക്കണത്. ഇവിടെ 2 പേരുണ്ട് സാക്ഷി. ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കാൻ പറ. ഒരെണ്ണം എടുക്ക്. ഇതിവിടെ മാറ്റി വയ്ക്കാം. ഒരെണ്ണം കൂടി എടുക്ക്. പേരൊന്ന് വായിച്ചറാമത്തെ. ഫസ്റ്റ് ഇത് വായിക്കാം. ജാസ്മി ഷക്കീറാണോ ഒരെണ്ണം? ഇല്ല, അങ്ങനെ ഇല്ല. KP എൻ്റെ തെരഞ്ഞെടുത്തു. സന്തോഷം. ആർക്ക് കിട്ടിയാലും എനിക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ കിട്ടിയത് ജാസ്മി ഷക്കീർ, രണ്ടാമത് KP. അത് എൻ്റെ വീടിൻ്റെ നേരെ താമസിക്കുന്ന ഒരു KP സബിത ആരിഫ് എന്ന് പറഞ്ഞ ഒരു ഫാമിലി, ആസാം ഫാമിലി ആട്ടോ. അവർക്കാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഗിവ് അവേയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അലോൺ. ഇനിയും ഗിവ് അവേകൾ വരുന്നുണ്ട്. ഇന്നൊരു വ്ളോഗ് ഞാൻ ഇടുന്നതിൽ ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും ആരും വിഷമിക്കരുത്. ഇനിയും ഞാൻ ഗിവ് അവേകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾ പങ്കെടുത്തോളൂ. നിങ്ങളിൽ ഒരാളായിരിക്കും വിന്നറാവുന്നത്. എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. എല്ലാവരും പങ്കെടുത്ത് കമൻറ്റ് വെച്ച് എനിക്ക് സ്ഥിരമായി എൻ്റെ വ്ളോഗ് കാണുന്ന, എൻ്റെ വ്ളോഗിനെ കുറിച്ച് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുന്ന
എല്ലാവർക്കും ഞാൻ ഒരുപാട് താങ്ക്സ് ഇതിൽ പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂർക്കയും ചെമ്മീനും വെച്ച കറിയാണ് ചാറായിട്ട് ഉണ്ടാക്കിയത്. അത് വിപുലമായിട്ട് കാണിക്കാത്ത കഴിഞ്ഞ ദിവസം വാഴക്കയും ചെമ്മീൻ്റെയും ഞാൻ കാണിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കാത്തത്. പിന്നെ ഉണക്കമുള്ളൻ വറുക്കണുണ്ട്, അത് എനിക്കാണ്. ഇക്ക കഴിക്കില്ല, അതുകൊണ്ട് ഇക്കാക്ക് ചിക്കൻ വറുത്തു. അപ്പോൾ ഇക്കാക്ക് ഉണക്കമീൻ ഇഷ്ടമല്ല, ഇക്കാക്ക് ചിക്കനുണ്ട്. പിന്നെ കുറേ കൂർക്ക ബാക്കിയുണ്ടായിരുന്നു, അത് ഞാൻ വേവിച്ച് മാറ്റി വെക്കാമെന്ന് ഓർത്തു നാളത്തെ. ചീരയില തോരൻ്റെ റെസിപ്പി കേട്ടോ. ഇത് ചീരയില കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചത്. ഇത് തേങ്ങയും മുളകും പച്ചമുളക്, തേങ്ങ, ചുവന്നുള്ളി, വെളുത്തുള്ളി ഒക്കെ ചതച്ച് വെച്ചേക്കണത്. എണ്ണ വെച്ച് ചൂടായി നമുക്ക് കടുകിടാം. എൻ്റെ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന കറി. ഇപ്പറേ ചിക്കൻ വറക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു സ്റ്റൈലിൽ ചീരകലത്തോരൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇക്കാക്ക് കുറച്ച് ചിക്കനുണ്ട്, അതും വറക്കുവാണ്. അപ്പോൾ എനിക്ക് ഉണക്കമീനുണ്ട് കേട്ടോ, അത് ആണ് ഞാൻ റെഡിയാക്കിയേക്കണത്. അപ്പോൾ ഒരു ഭാഗത്ത് അരി തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഉച്ചയ്ക്കത്തെ ലഞ്ചിന് നമ്മൾ തയ്യാറാക്കണ വിഭവങ്ങൾ. കറി കൂർക്കയും ചെമ്മീനുള്ള കറിയാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ വാഴയ്ക്കയും ചെമ്മീൻ്റെ റെസിപ്പി കാണിച്ചതുകൊണ്ടാണ് ഇത് കാണിക്കാത്തത്, എങ്കിലും ചെറുതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. മേടിച്ചതാണ് ഞാൻ തേങ്ങ ആഡ് ചെയ്തു കേട്ടോ, അത് ആ വീഡിയോ സ്ലിപ്പായിപ്പോയി. തേങ്ങ ആഡ് ചെയ്തു ഇലയ്ക്കകത്തേ. ഇനി അത് ഒരു വേവുണ്ട്, അങ്ങനെ കിടന്നങ്ങോട്ട് പയ്യെ നമുക്ക് സിമ്മിനകത്താക്കി വെക്കാം. അപ്പോൾ ഇവിടെ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ ഇക്കാക്ക് ചോറ് നാളെ കൊടുത്തു വിടാനായിട്ട് ഞാൻ ചോറ് അരി തിളപ്പിക്കണ ഈ രാവിലെയാണ് റെഡിയാക്കി കൊടുത്തു വിടുള്ളൂ. ചീരത്തോരൻ റെഡി ആയിട്ടോ. ഇതാണ് ചീരത്തോരൻ. ചിക്കൻ വറുത്തു, എല്ലാ പണിയും കഴിഞ്ഞു. ചീരത്തോരൻ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്. പിന്നെ നമ്മുടെ സ്റ്റൈലിൽ നമ്മൾ ഉണ്ടാക്കുമല്ലോ നമ്മുടെ റെസിപ്പി, അതാണ്, വേറെ ഒന്നുമല്ല. ഓക്കെ, അപ്പം നല്ലൊരു ചീരത്തോരൻ്റെ റെസിപ്പിയാണ് ഞാൻ. ബോക്സിങ് കേട്ടോ. ബോക്സിലേക്ക് കടക്കാം. ഇപ്പം മാഡത്തിന് വലിയൊരു ബിഗ് താങ്ക്സ് അലോൺ. താങ്ക് യു സോ മച്ച് മാഡം, താങ്ക്സ് അലോൺ. അപ്പോൾ മാഡത്തിന് പേര് ഉൾപ്പെടുത്തുന്നത് താല്പര്യമില്ല. എൻ്റെ അടുത്തുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ടാണ്. അവിടെ വരുന്ന സംഭവങ്ങളൊക്കെ സ്റ്റോക്ക് വരുമ്പോൾ എനിക്ക് തരും. ഇപ്പോൾ ഈ 2 കുക്കർ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ചോയ്സ് ചെയ്യാൻ ഫോട്ടോ അയച്ചിട്ട് ഞാൻ അയച്ചപ്പോൾ എനിക്ക് കുക്കർ ഒരെണ്ണം വന്നു, ഇനി ഒരു കുക്കറും കൂടി വരാനുണ്ട്. ഇപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് അവിടെ തീർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് മാഡം എനിക്ക് തരാത്തത്. അത് സ്റ്റോക്ക് വരുമ്പോൾ എനിക്ക് അയച്ചു തരും. ഇപ്പോൾ അവിടെ ഇതാണ് വന്നിരിക്കുന്നത്, കടായി പാൻ. അടിപൊളി. 1 കിലോ മീൻ റെസിപ്പി, നമുക്ക് എന്തെങ്കിലും പച്ചക്കറി അങ്ങനെ എന്തെങ്കിലും അവിയൽ. ഇന്ന് ഞാൻ ഇതിൽ അവിയൽ തയ്യാറാക്കുന്നുണ്ട്, പക്ഷേ ആ വീഡിയോ അടുത്ത വ്ളോഗിലായിട്ട് അപ്ലോഡ് ചെയ്യുള്ളൂ. ഇന്ന് ഞാൻ ഇതിൽ ഉദ്ഘാടനം ആയിട്ട് ഞാൻ ഇന്ന് അവിയലാണ് ഉണ്ടാക്കുന്നത്. ഈ അവിയലിൻ്റെ കഷ്ണങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അതുണ്ടാക്കാം. അപ്പോൾ അടിപൊളി ക്വാളിറ്റിയുള്ള പാനാണ് കേട്ടോ. നല്ല അടിപൊളി, ഒന്നും പറയാനില്ല, അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയാണുള്ളത്. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇത് കടായി കേട്ടോ, അടിപൊളി കടായി കേട്ടോ. വന്നേക്കാം. ഹായ്, ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിപ്പോൾ വീഡിയോയിൽ വന്നിരിക്കുന്ന കാര്യം, ഇന്ന് പുതിയ ഒരു ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയാൻ വേണ്ടിയാണ് വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതായത് എനിക്ക് ഇപ്പോൾ 102 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ 150 സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ ഞാൻ ഈ ഗിവ് അവയുടെ വിന്നർക്ക് പ്രൈസ് കൊടുക്കുന്നതാണ്. അതുവരെയുള്ള എൻ്റെ വ്ളോഗിൽ, ഞാനിടുന്ന വ്ളോഗിൽ എന്തെങ്കിലും ഒരു കൈയെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് വിടുന്ന ആളുകൾ, കൂടുതൽ കമൻറ്റ് അയക്കുന്നവർക്ക് വിജയിക്കാനുള്ള കൂടുതൽ സാധ്യതയുണ്ട്. കമൻറ്റ് എത്രത്തോളം വിടുന്നോ അത്രത്തോളം വിജയിക്കാനുള്ള സാധ്യതയും കൂടും. അതാണ് ഇത്തവണത്തെ ഗിവ്-അവേയുടെ റൂൾസ് കേട്ടോ. 10 ദിവസം മുമ്പുള്ള ഗിവ്-അവേയുടെ വിന്നറെ ഇന്നലെ തിരഞ്ഞെടുക്കുകയും അതിൻ്റെ അനൗൺസും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ.
അപ്പോൾ അതിൽ കിട്ടാത്ത, അതിൽ പാർട്ടിസിപ്പൻറ്റ് ചെയ്തവരോടാണ് ഞാൻ പറയുന്നത്. അതിൽ കിട്ടിയില്ല എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട. ഇനിയും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഗിവ് ഇനിയും ഇഷ്ടംപോലെ ഗിവ് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പങ്കെടുത്തോളൂ. ഇപ്പോൾ വരുന്നതിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ്, അതായത്